ആദ്യം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. പല നെറ്റ് പരീക്ഷകൾക്കും ചെമ്മീൻ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. ചെമ്മീൻ ആരുടെ നോവലാണ് എന്നും ബാക്കി സിനിമയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചോദിക്കുന്നത് ചെമ്മീൻ സിനിമയുടെ ഗാനരചയിതാവ് ആര്? ചെമ്മീൻ സിനിമയുടെ ഗാനരചയിതാവ് ആര്? ഉത്തരം അറിയുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരം വയലാർ രാമവർമ്മയാണ്. വയലാർ രാമവർമ്മ. സംഗീത സംവിധായകൻ സലീൽ ചൗധരി ആയിരുന്നു. ക്യാമറ കൈകാര്യം ചെയ്തത് മാർക്കസ് ബട്ട്ലിയും യു രാജഗോപാലും ചേർന്നായിരുന്നു. അടുത്ത ചോദ്യം, ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുകയാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ സ്ത്രീവാദ ചിന്താ പദ്ധതികൾക്ക് ബലം പകർന്നത് ആര്? വെർജീനിയ വുൾഫ്, സിമോൺ ദി ബുവേ, ഷോ വാൾട്ടർ, ബെറ്റി ഫ്രീഡൻ. ഏതാണ് ഉത്തരം? ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുകയാണ്. സിമോൺ ദി ബുവേ ആണ് ഉത്തരം. ഇതിലെ ബാക്കി ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ PYQ സെഷനിൽ 1 ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീവാദവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലുണ്ടായ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന് ഉത്തരം സിമോൺ ദി ബുവേ ആണ്. സിമോൺ ദി ബുവേ മാത്രമല്ല, വെർജീനിയ വുൾഫ്, ബെറ്റി ഫ്രീഡൻ ഇവരെ കുറിച്ചും നെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ PYQ വീഡിയോ നിങ്ങൾ നിർബന്ധമായി കാണുകയും നോട്ട് എഴുതി എടുക്കുകയും ചെയ്യണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് 2-3 പുസ്തകങ്ങളെ കുറിച്ച് പറയാം. എഴുത്തമ്മമാർ എന്ന പുസ്തകം രചിച്ചതാര്? എഴുത്തമ്മമാർ. പി ഗീതയാണ് ഉത്തരം. എഴുത്തമ്മമാർ. സ്ത്രീവാദം എന്ന പുസ്തകം രചിച്ചതാര്? സ്ത്രീവാദം. ജെ ദേവികയാണ് ഉത്തരം. ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. ആരുടെ പുസ്തകമാണ്? ആരുടെ രചനയാണ്? ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. അറിയുന്നവർ കമന്റ് ബോക്സിൽ എഴുതുക. ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. സാറ ജോസഫ് ആണ് ഉത്തരം. യെസ്, ഒരാള് പറഞ്ഞിട്ടുണ്ട്. സാറ ജോസഫ് ആണ് ഉത്തരം. കേരളത്തിന്റെ സ്ത്രീ ശക്തി ചരിത്രം. കേരളത്തിന്റെ സ്ത്രീ ശക്തി ചരിത്രം ആരുടെ പുസ്തകം? കേരളത്തിന്റെ സ്ത്രീ ശക്തി ചരിത്രം ഡോക്ടർ ആർ രാധാകൃഷ്ണന്റെ പുസ്തകമാണ് കേരളത്തിന്റെ സ്ത്രീ ശക്തി ചരിത്രം. അടുത്ത ചോദ്യം, സ്ത്രീ, സ്ത്രീവാദം, സ്ത്രീ വിമോചനം എന്ന പുസ്തകം രചിച്ചത് ആര്? സ്ത്രീ, സ്ത്രീവാദം, സ്ത്രീ വിമോചനം എന്ന പുസ്തകം രചിച്ചത് ആര്? കെ ശാരദാമണിയാണ് ഉത്തരം. കെ ശാരദാമണി. അടുത്ത ചോദ്യം, ഉടൽ ഒരു നെയ്ത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഉടൽ ഒരു നെയ്ത്ത് എന്ന പുസ്തകം രചിച്ചത് ആര്? ജി ഉഷാകുമാരിയാണ് ഉടൽ ഒരു നെയ്ത്ത് എന്ന പുസ്തകം രചിച്ചത്. പെണ്ണെഴുതുന്ന ജീവിതം എന്ന പുസ്തകം രചിച്ചത് ആര്? പെണ്ണെഴുതുന്ന ജീവിതം. NK രവീന്ദ്രൻ. NK രവീന്ദ്രൻ, പെണ്ണെഴുതുന്ന ജീവിതം. സ്പീഡ് കുറക്കണമെങ്കിൽ ഒന്ന് പറയാം കമന്റ് ബോക്സിൽ. ഇതേ സ്പീഡിൽ പോണോ അതോ സ്പീഡ് കുറക്കണോ? എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. ഉണ്ട്. പെണ്ണെഴുതുന്ന ജീവിതം, NK രവീന്ദ്രൻ. അടുത്തത്, സ്ത്രീ എഴുത്തും വിമോചനവും. സ്ത്രീ എഴുത്തും വിമോചനവും. സ്ത്രീ എഴുത്തും വിമോചനവും. വി സുകുമാരനാണ് ഉത്തരം. വി സുകുമാരൻ. വി സുകുമാരൻ, സ്ത്രീ എഴുത്തും വിമോചനവും.
അടുത്ത ചോദ്യം നിങ്ങൾക്ക് അറിയുമായിരിക്കും ഉത്തരം. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ആര്? കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം. CS ചന്ദ്രികയാണ് ഉത്തരം. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം CS ചന്ദ്രിക. അടുത്തത് വയലറ്റ് നാവിലെ പാട്ടുകൾ. വയലറ്റ് നാവിലെ പാട്ടുകൾ. G ഉഷാകുമാരി. വയലറ്റ് നാവിലെ പാട്ടുകൾ G ഉഷാകുമാരി. വയലറ്റ് നാവിലെ പാട്ടുകൾ G ഉഷാകുമാരി. അടുത്ത പുസ്തകം ഭഗവത്ഗീതയുടെ അടുക്കളയിൽ എഴുത്തുകാർ വേവിക്കുന്നത്. ഭഗവത്ഗീതയുടെ അടുക്കളയിൽ എഴുത്തുകാർ വേവിക്കുന്നത്. ആരുടെ പുസ്തകം? സാറ ജോസഫ്. ഭഗവത്ഗീതയുടെ അടുക്കളയിൽ എഴുത്തുകാർ വേവിക്കുന്നത്. അടുത്തത് ആണരശ് നാട്ടിലെ കാഴ്ചകൾ. ആണരശ് നാട്ടിലെ കാഴ്ചകൾ. അതിന്റെ എഡിറ്റർ, ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് J ദേവികയാണ്. J ദേവിക എഡിറ്ററാണ് ആണരശു നാട്ടിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. ആരും സ്ത്രീയായി ജനിക്കുന്നില്ല എന്ന സിമോങ് ദി ബുവേയുടെ ആ ഒരു ചോദ്യത്തിൽ നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത്. അപ്പോൾ സ്ത്രീവാദവുമായി ബന്ധപ്പെട്ട് ഫെമിനിസവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകൾക്കും വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി വരാറുള്ളത് സിമോങ് ദി ബുവെ, ബെറ്റി ഫ്രീഡൻ, വെർജീനിയ വോൾഫ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇവരുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ പേരും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ്. മലയാളത്തിലെ ചില പുസ്തകങ്ങളും അടുത്തിടെയായി പരീക്ഷകൾക്ക് ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കവിതയും കവയിത്രിയും ചേരുംപടി ചേർക്കുക. ചോദ്യം ലിസ്റ്റ് 1-ൽ അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല, ഇരിക്കപ്പൊറുതി, പെൺപിറവി, മുറ്റമടിക്കുമ്പോൾ. ഒരിക്കൽ കൂടി വായിക്കാം. അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല, ഇരിക്കപ്പൊറുതി, പെൺപിറവി, മുറ്റമടിക്കുമ്പോൾ. ഇവയാണ് പ്രധാന കവിതകൾ. ലിസ്റ്റ് 2-ൽ അമ്മു ദീപ, അനിത തമ്പി, വിജില ചിറപ്പാട്, ഗിരിജ പാത്തേക്കര. അപ്പോൾ ചേരുംപടി ചേർക്കുക എന്നതാണ് ചോദ്യം. ആദ്യമായി അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല എന്ന കവിത രചിച്ചത് വിജില ചിറപ്പാടാണ്. അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല, വിജില ചിറപ്പാട്. ഇരിക്കപ്പൊറുതി എന്ന കവിത രചിച്ചത് അമ്മു ദീപയാണ്. ഇരിക്കപ്പൊറുതി അമ്മു ദീപ. പെൺപിറവി എന്ന കവിത രചിച്ചത് ഗിരിജ പാത്തേക്കര. പെൺപിറവി ഗിരിജ പാത്തേക്കര. മുറ്റമടിക്കുമ്പോൾ എന്ന കവിത രചിച്ചത് അനിത തമ്പി. മുറ്റമടിക്കുമ്പോൾ അനിത തമ്പി. ആവർത്തിക്കാം. അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല, വിജില ചിറപ്പാട്. ഇരിക്കപ്പൊറുതി അമ്മു ദീപ. പെൺപിറവി ഗിരിജ പാത്തേക്കര. മുറ്റമടിക്കുമ്പോൾ അനിത തമ്പി. ഇനി വിജില ചിറപ്പാടിന്റെ മറ്റൊരു കവിത കൂടി പരിചയപ്പെടാം. അടുക്കളയില്ലാത്ത വീട് എന്ന കവിത രചിച്ചത് വിജില ചിറപ്പാടാണ്. അടുക്കളയില്ലാത്ത വീട് വിജില ചിറപ്പാട്. കരിങ്കുട്ടി എന്ന കവിത രചിച്ചത് അമ്മു ദീപയാണ്. കരിങ്കുട്ടി അമ്മു ദീപ. പെൺകോന്തൻ എന്ന കവിത രചിച്ചത് ഗിരിജ പാത്തേക്കര. ശ്രദ്ധിക്കുക, പെൺപിറവി, പെൺകോന്തൻ എന്നീ കവിതകൾ രചിച്ചത് ഗിരിജ പാത്തേക്കരയാണ്. അപ്പോൾ പുതിയ കാലത്തെ ഉത്തരാധുനിക കവികളെയൊക്കെ ശ്രദ്ധിച്ചു വെക്കുക. നമ്മുടെ PYQ സെഷനിലൊക്കെ MB മനോജ്, MR രേണുകുമാർ ഇവരുടെ കവിതകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. PYQ ഡിസ്കഷനിലായിരുന്നു പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അടുത്ത ചോദ്യം, ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന കൃതി രചിച്ചതാര്? M അച്യുതൻ, KP അപ്പൻ, അഗസ്റ്റിൻ ജോസഫ്, MP പോൾ. നിർബന്ധമായും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇതിന്റെ ഉത്തരം തരണം. നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ റെഫർ ചെയ്ത പുസ്തകമായിരിക്കും ചെറുകഥ ഇന്നലെ ഇന്ന്. യെസ്, M അച്യുതനാണ് ഒരാള് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന് സമാനമായ കുറച്ച് പുസ്തകങ്ങൾ കൂടി പരിചയപ്പെടുത്താം. കഥ, ആഖ്യാനവും അനുഭവ സത്തയും. കഥ, ആഖ്യാനവും അനുഭവ സത്തയും ആരുടെ പുസ്തകമാണ്? ഇതും നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. കഥ, ആഖ്യാനവും അനുഭവ സത്തയും.
ആരുടെ പുസ്തകമാണ്? KP അപ്പന്റെ അല്ലേ? യെസ്, KP അപ്പനാണ് ഉത്തരം. KP അപ്പൻ. ആധുനികത മലയാള നോവലിൽ ആരുടെ പുസ്തകം? ആധുനികത മലയാള നോവലിൽ അഗസ്റ്റിൻ ജോസഫിന്റെ പുസ്തകമാണ്. അഗസ്റ്റിൻ ജോസഫ്. അടുത്തത് പ്രതിപാത്രം ഭാഷണഭേദം ആരുടെ പുസ്തകമാണ്? N. Krishnapilla. യെസ്, N. കൃഷ്ണപിള്ളയാണ് പ്രതിപാത്രം ഭാഷണഭേദം രചിച്ചത്. കൈരളിയുടെ കഥ രചിച്ചതാരാണ്? കൈരളിയുടെ കഥ യെസ്, N. കൃഷ്ണപിള്ളയാണ്. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉപ്പുകല്ലിനും ഉരിയരിച്ചോറിനുമായി ശാന്തിവൃത്തി ഉപേക്ഷിച്ച അക്കിത്തം കഥാപാത്രം ആര്? ഉപ്പുകല്ലിനും ഉരിയരിച്ചോറിനുമായി ശാന്തിവൃത്തി ഉപേക്ഷിച്ച അക്കിത്തം കഥാപാത്രം ആര്? ഏത് കവിതയാണിതെന്ന് മനസ്സിലായോ? ഇത് അക്കിത്തത്തിന്റെ പണ്ടത്തെ മേശാന്തി. അവിടെ പ്രധാന കഥാപാത്രം തുപ്പനാണ്. അപ്പൊ ഓപ്ഷൻ സി തുപ്പനാണ് ശരിയായ ഉത്തരം. യെസ്, തുപ്പനാണ്. അപ്പോൾ കവിതയുടെ പേര് പണ്ടത്തെ മേശാന്തി. അടുത്തിടെ നടന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളിൽ അക്കിത്തവുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അക്കിത്തത്തിന്റെ പ്രധാന കൃതികള് ഒന്ന് എഴുതിയെടുക്കുക. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, നിമിഷക്ഷേത്രം, ബലിദർശനം. ഇനിയും കവിതകളുണ്ട്. കൂടുതൽ പരീക്ഷകൾക്ക് ആവർത്തിച്ചവയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ദി ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതി രചിച്ചത് ആര്? ഇതിന്റെ ഉത്തരവും നമ്മൾ യൂട്യൂബ് വീഡിയോയില് PYQയില് അപ്ലോഡ് ചെയ്തതായിരുന്നു. ഇതിന്റെ ഉത്തരം നിങ്ങൾ യെസ്, വെരി ഗുഡ്, ബെറ്റി ഫ്രീഡൻ. ഓപ്ഷൻ സി ബെറ്റി ഫ്രീഡൻ ആണ് ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫെമിനിസവുമായി ബന്ധപ്പെട്ട് സ്ഥിരം ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് കോളനി അനന്തരവാദം, സംസ്കാര പഠനവും സൗന്ദര്യ ശാസ്ത്രവും ആരുടെ രചന? കോളനി അനന്തരവാദം, സംസ്കാര പഠനവും സൗന്ദര്യ ശാസ്ത്രവും ആരുടെ രചന? ഉത്തരം പി പവിത്രനാണ് ഉത്തരം. ഓപ്ഷൻ സി പി പവിത്രനാണ് ഉത്തരം. ആറന്മുള ദേവനെ ബാധിച്ച നാവേറും പാപവും ഉച്ചാടനം ചെയ്യാനുള്ള ഗാനാരാധനയായി രചിച്ച കൃതി? ആറന്മുള ദേവനെ ബാധിച്ച നാവേറും പാപവും ഉച്ചാടനം ചെയ്യാനുള്ള ഗാനാരാധനയായി രചിച്ച കൃതി? യെസ്, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, തിരുനിഴൽ മാലയാണ് ഉത്തരം. തിരുനിഴൽ മാലയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങള് പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. തിരുനിഴൽ മാലയെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 3 ഭാഗങ്ങള്. കൂടാതെ എൻമർ സാമന്തർ എന്ന വിഭാഗത്തെ കുറിച്ചുള്ള സൂചന നമുക്ക് ഈ കൃതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എൻമർ സാമന്തർ എന്ന വിഭാഗത്തെ കുറിച്ചുള്ള സൂചന തിരുനിഴൽ മാലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി തിരുനിഴൽ മാലയുടെ ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ തിരുനിഴൽ മാലയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ എഴുതിയെടുക്കുക, പ്രധാനപ്പെട്ടതാണ്. ഞാൻ വായിക്കാം. ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടില്യത്തിലൂടെയും അനന്തപുര വർണ്ണനത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവ ഭേദങ്ങൾ തിരുനിഴൽ മാലയിൽ കാണാം. ഒരിക്കൽ കൂടി വായിക്കാം. ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടില്യത്തിലൂടെയും
അനന്തപുര വർണ്ണനത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവ ഭേദങ്ങൾ തിരുനിഴൽമാലയിൽ കാണാം. ഇത് ആരുടെ അഭിപ്രായമാണ്? PM വിജയപ്പന്റെ അഭിപ്രായമാണ്. PM വിജയപ്പൻ. അടുത്ത ചോദ്യം, സുകുമാരി എന്ന നോവൽ രചിച്ചത് ആര്? സുകുമാരി എന്ന നോവൽ രചിച്ചത് ആര്? ആരാണ് ഉത്തരം? മുളിയിൽ കേശവനാണോ? മുളിയിൽ ജോസഫ് മുളിയിൽ. ഓപ്ഷൻ ബി, മുളിയിൽ ജോസഫ് ആണ് സുകുമാരി എന്ന നോവൽ രചിച്ചത്. 1897 ഈ നോവൽ പുറത്തിറങ്ങിയത്. 1897 ഈ നോവൽ പുറത്തിറങ്ങിയത്. ഇനി കുറച്ച് പ്രധാന പുസ്തകങ്ങളുടെ പേര് പറയാം. അത് പരീക്ഷകൾക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചതാണ്. KM പ്രഭാകര വാര്യരുടെ പുസ്തകങ്ങൾ വളരെ പ്രധാനമാണ്, എഴുതിയെടുക്കുക. പൂർവ കേരള ഭാഷ KM പ്രഭാകര വാര്യർ. ഭാഷാവലോകനം KM പ്രഭാകര വാര്യർ. ഭാഷാശാസ്ത്ര വിവേകം. ആധുനിക ഭാഷാശാസ്ത്രം. ഭാഷയും മനഃശാസ്ത്രവും. ആവർത്തിക്കാം. KM പ്രഭാകര വാര്യർ, പൂർവ കേരള ഭാഷ, ഭാഷാവലോകനം, ഭാഷാശാസ്ത്ര വിവേകം, ആധുനിക ഭാഷാശാസ്ത്രം, ഭാഷയും മനഃശാസ്ത്രവും. ഇത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ കാലത്തെ കുറച്ച് കവിതകളെ കുറിച്ചാണ്. കാരണം ബാക്കി കാര്യങ്ങൾ ആദ്യകാല കഥകളെ കുറിച്ചായാലും ആദ്യകാല നോവലുകളെ കുറിച്ചായാലുമുള്ള ധാരാളം ഡാറ്റ നമുക്ക് ക്ലാസ്സുകളിൽ നിന്നും, നമ്മുടെ ഡിഗ്രി PG ക്ലാസ്സുകളിൽ നിന്നും ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നൊക്കെ ലഭിക്കാറുണ്ട്. അപ്പൊ പലരും ആവശ്യപ്പെട്ടിട്ടുള്ളത് പുതിയ കാലത്തെ കവിതകളെ കുറിച്ച്, അത് മിക്കവാറും പരീക്ഷകൾക്ക് ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ പുതിയ കവിതകളെ കുറിച്ച് ക്ലാസ്സിൽ ഉൾപ്പെടുത്തണം എന്നതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ പറയാം, നിങ്ങൾ എഴുതിയെടുക്കുക. സർവേ ഓഫ് ഇന്ത്യ ആരുടെ കവിത? സർവേ ഓഫ് ഇന്ത്യ. MB മനോജ് ആണ് ഉത്തരം. MB മനോജ്. സർവേ ഓഫ് ഇന്ത്യ. തച്ചന്റെ മകൾ എന്ന കവിത എഴുതിയതാര്? തച്ചന്റെ മകൾ. നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം അറിയെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാം. തച്ചന്റെ മകൾ വിജയലക്ഷ്മിയാണ് ഉത്തരം. തച്ചന്റെ മകൻ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളിയാണ്. തച്ചന്റെ മകൻ വൈലോപ്പിള്ളി. അടുത്ത ചോദ്യം, പോടാ മോനെ ദിനേശ, എവിടെ ലോൺ എന്നീ കവിതകൾ രചിച്ചത്? പോടാ മോനെ. യെസ്, വെരി ഗുഡ്. AC ശ്രീഹരിയാണ്. പോടാ മോനെ ദിനേശ, എവിടെ ലോൺ. ആദ്യത്തെ കവിത പോടാ മോനെ ദിനേശ, രണ്ടാമത്തേത് എവിടെ ലോൺ. ഈ കവിതകൾ രചിച്ചത് AC ശ്രീഹരി. നെയ്തു നെയ്തെടുക്കുന്നവ ആരുടെ കവിത? നെയ്തു നെയ്തെടുക്കുന്നവ MD ധന്യയാണ് ഉത്തരം. MD ധന്യ. രാഷ്ട്രതന്ത്രം ആരുടെ കവിത? TP രാജീവനാണ് ഉത്തരം. TP രാജീവൻ. ഏകാന്തതയുടെ 50 വർഷങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏകാന്തതയുടെ 50 വർഷങ്ങൾ ആരുടെ കവിത?
അൻവർ അലിയാണ് ഉത്തരം. അൻവർ അലി. സൗജന്യം എന്ന കവിത എഴുതിയത് ആര്? സൗജന്യം എന്ന കവിത എഴുതിയത് സൗജന്യം പവിത്രൻ തീക്കുനിയാണ് ഉത്തരം. സൗജന്യം പവിത്രൻ തീക്കുനി. അടുത്തത് ശ്യാമമാധവം എന്ന കാവ്യം എഴുതിയത് ആര്? ശ്യാമമാധവം. പ്രഭാവർമ്മ. യെസ്, പ്രഭാവർമ്മയാണ് ഉത്തരം. തച്ചനറിയാത്ത മരം ആരുടെ സമാഹാരം? തച്ചനറിയാത്ത മരം. തച്ചന്റെ മകൾ വിജയലക്ഷ്മി, തച്ചന്റെ മകൻ വൈലോപ്പിള്ളി. തച്ചനറിയാത്ത മരം ആരുടെ സമാഹാരമാണ്? ആരുടെ സമാഹാരമാണ്? VG തമ്പിയാണ് ഉത്തരം. VG തമ്പി. അടുത്തത് മാമ്പഴക്കാലം എന്ന കവിത ആരുടേത്? മാമ്പഴക്കാലം. PP രാമചന്ദ്രൻ. യെസ്. ലോഭസന്ധി എന്ന കവിത ആരുടേത്? മാമ്പഴക്കാലം PP രാമചന്ദ്രനാണ്. ലോഭസന്ധി എന്ന കവിത ആരുടേത്? PP രാമചന്ദ്രനാണ് ഉത്തരം. PP രാമചന്ദ്രൻ. മൂത്തേടത്ത് അനന്തൻ പിള്ളയ്ക്ക് എഴുത്തു വന്ന ദിവസം ആരുടെ കവിത? മൂത്തേടത്ത് അനന്തൻ പിള്ളയ്ക്ക് എഴുത്തു വന്ന ദിവസം. മൂത്തേടത്ത് അനന്തൻ പിള്ളയ്ക്ക് എഴുത്തു വന്ന ദിവസം D വിനയചന്ദ്രന്റെ കവിതയാണ്. D വിനയചന്ദ്രന്റെ കവിത. പെൺകുട്ടി ഒരു രാഷ്ട്രമാണ്. പെൺകുട്ടി ഒരു രാഷ്ട്രമാണ് എന്ന സമാഹാരം പറയൂ. യെസ്, വെരി ഗുഡ്. രൂപേഷ് പോൾ ആണ്. യെസ്, രൂപേഷ് പോൾ ആണ് ഉത്തരം. കുടമറ. ആ ചോദ്യം ഒന്നുകൂടി പറയൂ. ഓ, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ. പെൺകുട്ടി ഒരു രാഷ്ട്രമാണ് എന്ന സമാഹാരം. പെൺകുട്ടി ഒരു രാഷ്ട്രമാണ്. രൂപേഷ് പോൾ ആണ് ഉത്തരം. അടുത്തത് കുടമറ എന്ന കവിത രചിച്ചതാര്? കുടമറ എന്ന കവിത. ക്ലൂ തരാം. ബംഗാൾ കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന കവിതകൾ രചിച്ചയാളാണ്. കുടമറ എന്ന കവിതയും രചിച്ചത് ആരാണ്? യെസ്, KG ശങ്കരപ്പിള്ള. ഒറ്റയ്ക്ക് ഒരു പ്രസ്ഥാനമാണ് എന്ന് M ലീലാവതി വിശേഷിപ്പിച്ച കവിയാര്? പുതിയ ആധുനിക കവിയല്ല. ഒറ്റയ്ക്ക് ഒരു പ്രസ്ഥാനമാണ് എന്ന് M ലീലാവതി വിശേഷിപ്പിച്ച കവി ആര്? ആരായിരിക്കും? ആരായിരിക്കും? ഓ, അയ്യപ്പ പണിക്കര്. കുഞ്ഞുണ്ണി മാഷാണ് ഉത്തരം. കുഞ്ഞുണ്ണി മാഷ്. അടുത്ത ചോദ്യം. കാറ്റേ കടലേ, കാറ്റേ കടലേ ആരുടെ കവിത? കാറ്റേ കടലേ. PP രാമചന്ദ്രനാണ് ഉത്തരം. PP രാമചന്ദ്രൻ. കർക്കിടക വാവ്, കർക്കിടക വാവ്, കർക്കിടക വാവ്. ലളിത ലെനിൻ, ലളിത ലെനിൻ. നമുക്ക് പ്രാർത്ഥിക്കാം, അതും ലളിത ലെനിൻ. കർക്കിടക വാവ്, നമുക്ക് പ്രാർത്ഥിക്കാം, ലളിത ലെനിൻ. ഹിന്ദോളം, 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 ഹിന്ദോളം. ആലങ്കോട് ലീലാകൃഷ്ണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ. ഹിന്ദോളം. ഇനി സൗപർണിക, സൗപർണിക, സൗപർണിക. പ്രഭാവർമ്മയാണ് ഉത്തരം. പ്രഭാവർമ്മ. ഒരു ചോദ്യം. സൗപർണിക എന്ന നാടകം ആരുടേതാണ്? യെസ്, R നരേന്ദ്രപ്രസാദ് ആണ്. നമ്മൾ ഇന്നലത്തെ യൂട്യൂബ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയില് ചോദിച്ച ചോദ്യമായിരുന്നു. അടുത്തത് അമ്മയെ കുളിപ്പിക്കുമ്പോൾ,
അമ്മയെ കുളിപ്പിക്കുമ്പോൾ ആരുടെ കവിത? സാവിത്രി സാവിത്രി രാജീവൻ. നരകം ഒരു പ്രേമ കവിത എഴുതുന്നു. നരകം ഒരു പ്രേമ കവിത എഴുതുന്നു. ആരുടെ കവിത? ഡി വിനയചന്ദ്രനാണ് ഉത്തരം. അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയാണ് വീട്ടിലേക്കുള്ള വഴി. വീട്ടിലേക്കുള്ള വഴി. മഴതൻ മറ്റേതോ മുഖം. മഴതൻ മറ്റേതോ മുഖം. മൃഗശിക്ഷകൻ എന്നീ കവിതകൾ രചിച്ചത് മഴതൻ മറ്റേതോ മുഖം, മൃഗശിക്ഷകൻ. വിജയലക്ഷ്മി. 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 പാൽഞരമ്പ്. പാൽഞരമ്പ് ആരാണ്? പാൽഞരമ്പ് റോസി തമ്പിയാണ് ഉത്തരം. റോസി തമ്പി. അടുത്തത് പെയിൻ കില്ലർ. പെയിൻ കില്ലർ. പെയിൻ കില്ലർ. പെയിൻ കില്ലർ എന്ന കവിത രചിച്ചത് ആര്? പെയിൻ കില്ലർ. മാധവൻ പുറച്ചേരി. മാധവൻ പുറച്ചേരി. തൊട്ടാൽ വാടരുത്. തൊട്ടാൽ വാടരുത്. ബിന്ദു കൃഷ്ണൻ. ബിന്ദു കൃഷ്ണൻ രചിച്ചതാണ് തൊട്ടാൽ വാടരുത്. നാം ആത്മഹത്യ ചെയ്യാത്തതെന്ത്? കവിതാ സമാഹാരത്തിന്റെ പേരാണ് ഇതൊക്കെ. നാം ആത്മഹത്യ ചെയ്യാത്തത് എന്ത്? യു ആർ ഗോപാലകൃഷ്ണൻ. യു ആർ ഗോപാലകൃഷ്ണൻ. ഇനി 4 കവിതകളുടെ പേര് പറയാം. നിർബന്ധമായും നിങ്ങൾ കമന്റ് ബോക്സിൽ ആ കവിയുടെ പേര് പറഞ്ഞിരിക്കണം. മീൻകാരൻ, കറുത്ത കല്ല്, ഐഡന്റിറ്റി കാർഡ്, ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. ഒരു കവിയുടെ 4 ജോസഫ്. യെസ്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. എസ് ജോസഫ്. ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ മീൻകാരൻ, കറുത്ത കല്ല്, ഐഡന്റിറ്റി കാർഡ്, ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. എസ് ജോസഫ്. അടുത്ത ചോദ്യം. കൂട്ടാന്തതയുടെ 70 വർഷങ്ങൾ. കൂട്ടാന്തതയുടെ 70 വർഷങ്ങൾ. കൂട്ടാന്തതയുടെ 70 വർഷങ്ങൾ. എം ബി മനോജ്. യെസ്, എം ബി മനോജ്. യെസ്, വെരി ഗുഡ്, എം ബി മനോജ്. ദൈവത്തിന്റെ മകൾ. ദൈവത്തിന്റെ മകൾ വിജയരാജമല്ലികയുടെ സമാഹാരമാണ് ദൈവത്തിന്റെ മകൾ. അവരുടെ മറ്റൊരു സമാഹാരമാണ് ആൺ നദി. ആൺ നദി. ആൺ നദി. ഇനി ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ആരുടെ സമാഹാരമാണ്? ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ. റഫീഖ് അഹമ്മദ്. യെസ്, റഫീഖ് അഹമ്മദ്. തോരാമഴ, അതും റഫീഖ് അഹമ്മദ്. സ്വപ്നവാങ്മൂലം. സ്വപ്നവാങ്മൂലം റഫീഖ് അഹമ്മദ്. ചീട്ടുകളിക്കാർ റഫീഖ് അഹമ്മദ്. ഇനി പ്ലമേനമ്മായി. ഒന്നുകൂടെ പറയോ? 4 റഫീഖ് അഹമ്മദ്, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, തോരാമഴ, തോരാമഴ, സ്വപ്നവാങ്മൂലം, സ്വപ്നവാങ്മൂലം, ചീട്ടുകളിക്കാർ, ചീട്ടുകളിക്കാർ. ഓക്കെ അല്ലേ? അതെ അതെ. അടുത്തത് പ്ലമേനമ്മായി. പ്ലമേനമ്മായി. കെ.ആർ. ടോണി. യെസ്, കെ.ആർ. ടോണി. ആലപ്പുഴ വെള്ളം. ആലപ്പുഴ വെള്ളം. അനിത തമ്പി. യെസ്, വെരി ഗുഡ്, അനിത തമ്പി. പാലൈസ്. 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 മോഹനകൃഷ്ണൻ കാലടി. പാലൈസ്. മഴപ്പൊട്ടൻ. മഴപ്പൊട്ടൻ, അതും മോഹനകൃഷ്ണ കാലടിയുടെ സമാഹാരമാണ് മഴപ്പൊട്ടൻ. ഇനി ജലഭൂപടം. ജലഭൂപടം. വീരാൻകുട്ടിയിലെ. യെസ്, വെരി ഗുഡ്, ജലഭൂപടം. ഓട്ടോഗ്രാഫ്. ഓട്ടോഗ്രാഫ്. മൺവീട്. മൺവീട്. മിണ്ടാപ്രാണി. മിണ്ടാപ്രാണി. നിശബ്ദതയുടെ റിപ്പബ്ലിക്.
നിശബ്ദതയുടെ റിപ്പബ്ലിക്. ഇവയൊക്കെ വീരാൻകുട്ടിയുടേതാണ്. വീരാൻകുട്ടി പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യാതെ വന്ന പെൺകുട്ടി. ഹോംവർക്ക് ചെയ്യാതെ വന്ന പെൺകുട്ടി രതി വി കെയുടെ സമാഹാരമാണ്. രതി വി കെ. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം യെസ്, മൺവീടാണ്. വീരാൻകുട്ടിയുടേതല്ലേ ചോദിച്ചത്? കമന്റ് ബോക്സിൽ ഒരു ഡൗട്ട് വന്നിരുന്നു, ആവർത്തിക്കാം. ജലഭൂപടം, ജലഭൂപടം, ഓട്ടോഗ്രാഫ്, മിണ്ടാപ്രാണി, നിശബ്ദതയുടെ റിപ്പബ്ലിക്, മൺവീറാണ്. അതെ, മൺവീട്. ഓക്കെ, മൺവീറാണ്. മൺവീറാണ്, മൺവീടല്ല, മൺവീറാണ്. മൺവീർ. തുറവി എന്ന കവിത ആരുടേത്? തുറവി. 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 കണിമോൾ ആണ് ഉത്തരം. കണിമോൾ. ഇത്രയും കാര്യങ്ങള് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇനി മറ്റന്നാളാണ് എക്സാം. അപ്പൊ എല്ലാവരും ഇതിലൂടെ ഒന്ന് പോവുക. ഇത് കൂടാതെ ഒരു കാര്യം ചെയ്യാനുള്ളത്, നിങ്ങൾ മാക്സിമം PYQ പഠിക്കുക എന്നതാണ്. ഈ സമയത്ത് പഠിച്ച് തുടങ്ങിയവരുണ്ടാവും, നമ്മൾ പ്രതീക്ഷിച്ചത്ര എത്താൻ സാധിക്കാത്തവരുണ്ടാവും, ഒരു തൃപ്തി വരാത്തവരും പേടിയുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ PYQ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിന് യൂട്യൂബ് ചാനലിൽ നമ്മൾ ക്ലാസ്സുകൾ PYQന്റെ മാത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ ഒന്ന് നിർബന്ധമായും കേട്ട് പോയാൽ തന്നെ ഒരുപാട് ഐഡിയ കിട്ടും. അതിന്റെ കൂടെ നിങ്ങൾക്ക് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനും പറ്റും. ചോദ്യങ്ങൾ എങ്ങനെ സമീപിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോ ഇനി 7:45 തൊട്ട് ക്ലാസ് ഉണ്ട്. 8:30 വരെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. ദീപ ടീച്ചർ ആയിരിക്കും അടുത്ത 7:45 തൊട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി മറ്റന്നാൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും JRF എടുക്കാൻ സാധിക്കട്ടെ. നെറ്റല്ല, JRF തന്നെ ലക്ഷ്യം വെച്ച് പോവുക. എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ. JRF കിട്ടി ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ റിസർച്ച് ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ദീപ ടീച്ചർ ഇപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക, ഒരിക്കലും പേടിക്കരുത്. പിന്നെ ചോദ്യങ്ങൾ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ചോദ്യം ചിലപ്പോൾ ഒറ്റ വായനയിൽ നമുക്ക് പരിചയമില്ലാത്തതായിട്ട് തോന്നിയേക്കാം. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയുന്ന ചോദ്യമായിരിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏതൊരു ചോദ്യം കിട്ടിയാലും, നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമായാലും അറിയാത്ത ചോദ്യമായാലും 2 പ്രാവശ്യം നിങ്ങൾ ആ ചോദ്യം വായിക്കുക, ഓപ്ഷൻസും വായിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കണക്ഷൻ, നമ്മൾ പഠിച്ച നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ ഒരുപാട് ക്ലാസ് ഡിഗ്രിക്കും PGക്കും ഒക്കെ കേട്ടിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെയോ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ചോദ്യം മുന്നിൽ കാണുമ്പോഴും അറിയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നതിന് പകരം 2 പ്രാവശ്യം നിങ്ങൾ ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ഓപ്ഷനും വളരെ കൂളായി വായിക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും പേടി ഇല്ലാതെ തന്നെ, നെറ്റ് ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം എഴുതിയവരുണ്ടാവും, എന്നിരുന്നാലും ഇപ്രാവശ്യം എന്തായാലും കിട്ടുമെന്ന ആത്മവിശ്വാസത്തോടെ, പേടിയില്ലാതെ, ഇത് എളുപ്പമാണ്, ഞാൻ ഡിഗ്രിയും PGയും ഒക്കെ വളരെ എളുപ്പത്തിൽ നല്ല മാർക്കിൽ പാസ്സായ ആളാണ്, ഇതും എന്നെ കൊണ്ട് പറ്റും എന്ന ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.